നമസ്കാരം. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഒരു T20 പരമ്പര കൂടി ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഫോർമാറ്റിലെ ഏറ്റവും അപകടകാരികളായ ടീമുകളിൽ ഒന്നായ ഇംഗ്ലണ്ടിനെ 4-1 ഇന്ത്യ കെട്ടുകത്തിച്ചത്. ഇത്രയും ആധികാരികമായ ഒരു വിജയം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ സ്വന്തമാക്കുമെന്ന് കടുത്ത ആരാധകർ പോലും സ്വപ്നം കണ്ടിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ പെർഫോമൻസ് വെച്ച ബാറ്റിംഗിലും ബൗളിംഗിലും ഇംഗ്ലണ്ടിനെ ഒരുപോലെ നിഷ്പ്രഭരാക്കിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഒരുപാട് പോസിറ്റീവുകൾ ഈ പരമ്പരയിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയിൽ ഒന്ന്, യുവതാരം അഭിഷേക് ശർമ്മ T20യിൽ ഓപ്പണിംഗ് സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു എന്നതാണ്. 5 മത്സരത്തിൽ നിന്നും 219.68 എന്ന അതിശയിപ്പിക്കുന്ന ശരാശരിയിൽ 279 റൺസാണ് താരം വാരിക്കൂട്ടിയത്. ഓരോ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തുടർന്നുള്ള T20 പരമ്പരകളിലും ഇന്ത്യക്കായി ഇനി അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യുമെന്ന് ഇതോടെ ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ്. യശസ്വി ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ ടീമിലേക്ക് വരാനിരിക്കുകയുമാണ്. T20യിൽ ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യക്ക് T20യിൽ ഇനി പുതിയ ഓപ്പണിംഗ് ജോഡികളെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. കഴിഞ്ഞ 3 പരമ്പരകളിലും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയായിരുന്നു ടീമിനായി ഓപ്പൺ ചെയ്തത്. എന്നാൽ സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്ത ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരിൽ ഒരാളായി അഭിഷേക് ശർമ്മ മാറിയിരിക്കുകയാണ്. അടുത്ത പരമ്പരയിൽ യശസ്വി ജയ്സ്വാളും അഭിഷേകും ചേർന്നായിരിക്കും ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തേക്കുക. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് സഖ്യമായി ഇവർ മാറുമെന്നും ഉറപ്പാണ്. ജയ്സ്വാളിന്റെ മടങ്ങിവരവോടെ സഞ്ജുവിന് വഴിമാറി കൊടുക്കേണ്ടതായി വരും. പക്ഷേ ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാകാൻ സാധ്യതയില്ല. പകരം പുതിയ റോളായിരിക്കും മലയാളി താരത്തിന് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ നൽകുക. ഇന്ത്യക്ക് വേണ്ടി 3-ാം നമ്പറിൽ തിലക് വർമ്മ തന്നെ തുടരാനും സാധ്യതയുണ്ട്. കാരണം ഈ പൊസിഷനിൽ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം T20യിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3-ാമനായി തിലകിനെ ഇന്ത്യ നിലനിർത്തിയേക്കും എന്നാണ് അറിയുന്നത്. ഇതിനുശേഷം 4-ാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാനെത്തും. ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച പരമ്പരയിൽ 5 മത്സരത്തിൽ നിന്ന് 28 റൺസ് എന്ന ദയനീയമായുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിലും സൂര്യകുമാറിനെ ഇന്ത്യക്ക് ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. 5-ാം നമ്പറായിരിക്കും സഞ്ജു സാംസണ് ഇനി മുതൽ സ്ഥാനമായി ലഭിക്കാൻ പോവുക. ഇതിനേക്കാൾ താഴേക്ക് അദ്ദേഹത്തെ കളിപ്പിക്കാനും ഇടയില്ല. സഞ്ജു 5-ാം നമ്പറിൽ എത്തിയാൽ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ഒരു സ്ഥാനം താഴേക്കിറങ്ങി 6-ലേക്ക് മാറുകയും ചെയ്യും. റിങ്കു സിംഗിന് പുതിയ ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ല. പകരം വമ്പൻ അടിക്കാരനായ ഓൾറൗണ്ടർ ശിവം ദുബൈക്കായിരിക്കും മുൻതൂക്കം ലഭിച്ചേക്കുക. ഹർദിക്കിന് പിന്നാലെ 7-ാമനായി ഫിനിഷിംഗ് റോളിൽ അദ്ദേഹം ഇറങ്ങുന്നതായിരിക്കും. ശിവം ദുബൈക്ക് ശേഷം ബൗളർമാരുടെ ഊഴമായിരിക്കും ഉണ്ടാവുക. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ ആയിരിക്കും 8-ാം നമ്പറിൽ കളിക്കുക. തുടർന്ന് ഫസ്റ്റ് ചോയ്സ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയും പന്തെറിയാൻ എത്തും. എന്നാൽ റിവി ബിഷ്ണോയ്ക്ക് ടീമിൽ ഇടമുണ്ടാകില്ല. 2 പേസർമാരായിരിക്കും 11-ലെ ശേഷിക്കുന്നവർ. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ പേസ് നിരക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പങ്കാളി ഇടം കൈൻ ഫാസ്റ്റ് ബോളറായ അർഷ്ദീപ് സിംഗുമായിരിക്കും. ഏതായാലും ഇന്ത്യ നടത്താൻ പോകുന്ന മാറ്റങ്ങൾ ഏതാണ്ട് 60-70% ഇങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം സഞ്ജുവിന്റെ ഭാവി എങ്ങനെയായിരിക്കും, സൂര്യകുമാറിന്റെ ഭാവി എങ്ങനെയായിരിക്കും, ഇനി ആരൊക്കെ കടന്നു വരും, ജയ്സ്വാൾ എത്തിയാൽ ഓപ്പണിംഗിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാത്തിരുന്ന് കാണാം.